അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾക്ക് ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഒറ്റക്കാണ്. ഉമ്മെല്ലാം കോഴിക്കോട് പള്ളിയിൽ പോയിന്. അപ്പം ഞാനും അനിയത്തിയുണ്ട്. അനിയത്തി ജോലിക്ക് പോവും. അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറ് നേരത്തെ വെച്ചിട്ട് കുക്കറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു. അപ്പം അത് ചൂടാക്കി. പിന്നെ ചപ്പാത്തി ചൂടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അനിയത്തി പറഞ്ഞ് ചപ്പാത്തി വേണ്ട, മാഗി ആക്കാന്ന്. അങ്ങനെ പിന്നെ ഓള് മാഗി വാങ്ങാൻ പീടികയിൽ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുഞ്ഞിക്ക് പാല് കലക്കി കൊടുക്കാന്ന്. ഓളെ തന്നെ പൊടിയാണ്, ഒരു പാല് കലക്കിയിട്ട് ഒക്കെ കൊടുക്കാന്ന്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഉമ്മ ഇല്ലാത്തൊരു ദിവസം. അങ്ങനെ ഓള് പീടികയിൽ പോയി മാഗിയെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന്. അപ്പം ഞാനിവിടെ മാഗി ഉണ്ടാക്കാന്ന്. പിന്നെ ഓളപ്പുറം അടിച്ചുവായിരുന്നുണ്ട്. ഓള് പറഞ്ഞ് ഞാൻ അടിച്ചു വാരി തരാനിട്ട് ഓൾ അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് തോർത്തല്ല ബിയം, അങ്ങനെ ഓൾ അടിച്ചു വാരി തരുന്നുണ്ട്. അപ്പോൾ ഞാനിതിവിടെ മാഗി റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് ഉച്ചക്ക് കേബേജ് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അറിയില്ല, ഞാൻ യൂട്യൂബിലൊന്നും നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കുഞ്ഞിൻ്റെ പാലിവിടെ ഇട്ടിട്ടുണ്ട് തുടച്ചതായിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ ചേർക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് അനിയത്തി പോകുന്നതിന് മുന്നേ ബിയ്യ പോയിട്ട് ഒരു തേങ്ങയുണ്ട്, അത് ചരച്ചിട്ടെടുക്കാം. ഇച്ചിരി വേണ്ടു. അപ്പോൾ നമുക്ക് ചരച്ചെടുക്കാം. അങ്ങനെ തേങ്ങ ചരച്ച് കുറച്ചേ ചരച്ചിട്ടുണ്ടാണ് തേങ്ങ. ഞാൻ ഈ കേബേജ് മൊത്തം എടുക്കൂല, എന്താ വെച്ചാൽ പാതിയേ എടുക്കൂ. ഞാൻ ഒറ്റക്കല്ലില്ലോ, അതുകൊണ്ട് പാതി മതിയല്ല. അപ്പോൾ കറിച്ചപ്പല നമ്മളെ മുറ്റത്ത് പിടിച്ച കറിച്ചപ്പല തന്നെയാണ് കേട്ടോ. അതിൽ തന്നെ 2 ഇല പറിച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങലില്ല കറിച്ചപ്പലൊന്നും. കേബേജ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക, കറിച്ചപ്പല ഇട്ട് കൊടുക്കുക, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നല്ലതാണ്. ഇതൊക്കെ വെച്ചെടുക്കാം, കൈയോടെ തന്നെ വെച്ചെടുക്കാം കേട്ടോ. പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നേരത്തെ തിരുമ്പി വെച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ ഇതും ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. നല്ല മണം വരുന്നുണ്ട് കൈ. ഇത് അടച്ചു വെക്കാം. ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാത്രമുണ്ട്, അതെല്ലാം ഒന്ന് കഴുകി എടുക്കാം.